5 നേരത്തെ നമസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലായാലും അയാൾ കോമ സ്റ്റേജിലാണെങ്കിൽ പോലും അയാൾക്ക് സ്വബോധമുണ്ടെങ്കിൽ 5 നേരത്തെ നമസ്കാരം അത് നിർബന്ധിത കർമ്മമാണ് എന്ന് മാത്രമല്ല അത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. എന്നാൽ ഇസ്ലാം മതം ഇക്കാര്യത്തിൽ ചില ഇളവുകളൊക്കെ ചില പ്രത്യേക വിഭാഗം ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് യാത്രക്കാർ. യാത്രക്കാർക്ക് ഒരു ദിവസം 5 സമയം നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർക്കത് 3 സമയം നിസ്കരിച്ചാൽ മതിയാവും. അതായത് 2 നിസ്കാരങ്ങൾ മറ്റു 2 നമസ്കാരങ്ങളിലേക്ക് ചേർത്ത് നമസ്കരിച്ചാൽ മതി. അത് ജമ്മു കസർ ചെയ്യാന്നാണ് പറയുക. എന്നാൽ ഇത്തരം നിയമങ്ങളെയും ഒന്നും കാര്യമായി പരിഗണിക്കാതെ വെറും ആളുകളുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പൊതു ഇടങ്ങളിലും ഈ ട്രെയിനുകളിൽ ഉൾപ്പെടെയുള്ള നിസ്കാര പ്രകടനക്കാരുടെ പ്രവർത്തനം കൂടി വരികയാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ഇത് ഇസ്ലാം മതത്തിന്റെ അന്തസ്സിനെയും സഹയാത്രക്കാരുടെ പൊതുജനങ്ങളുടെയും സ്വകാര്യതയ്ക്ക് ഒരുപോലെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ചോദിക്കട്ടെ, നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് നിസ്കരിക്കണമെന്ന് പ്രവാചകനോ ഇസ്ലാമിക അധ്യാപനങ്ങളോ മറ്റോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? പരമാവധി സഹയാത്രക്കാരെ പരിഗണിക്കുക, പൊതുജനങ്ങളെ പരിഗണിക്കുക. എന്തിന്? പൊതുവഴി തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം പോലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പൊതുവഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ വഴി അടച്ചുകൊണ്ടോ യാതൊരു വിധത്തിലുള്ള ആരാധന കർമ്മങ്ങളും ചെയ്യരുതെന്ന് ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം പ്രകടനക്കാരെന്ന് പറയൂ, മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്കും അതിക്രമിച്ച് കയറിയുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ആളെ കാണിക്കാൻ വേണ്ടിയുള്ള ഈ നിസ്കാര പ്രകടനം പ്രവാചകചര്യയാണോ? നിങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം നിസ്കാര പ്രകടനക്കാർ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നത് പ്രവാചകനെയാണ്. ഇനി നമുക്കൊരു വീഡിയോ കാണാം. भाई सजदे में थे, देख सकते हो भाई लोग, सजदे में थे भाई लोग जितने भी है, नियत कर रखे थे, इसने लात मारा है, पुलिस वाले ने लात मार रहा है और मुसलमानों को मार रहा है। ये इंदर लोग की वीडियो है। This video is from North Delhi's Induluk area, where a Delhi police officer was caught on camera kicking Muslims offering namaz on a street near Induluk metro station. As the video went viral, DCP North Manoj Kumar Meena said that the police officer has been suspended and an inquiry has been initiated against the same. Various politicians also started reacting to the video. Congress politician Supriya Srinath posted the video on her social media handle X, criticizing the Delhi police. ഡൽഹിയിലെ തിരക്കേറിയ ഒരു പൊതു റോഡിൽ വെച്ച് റോഡ് തടസ്സപ്പെടുത്തി നമസ്കരിച്ചവർക്കെതിരെ പോലീസ് എടുത്ത കർശനമായ നടപടിയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോ ഈ കണ്ടത്. ആ വീഡിയോ തന്നെ ഒരാൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അയ്യോ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നതിന് വിക്ടിം കാർഡ് ഇറക്കുക, അതിനാണ് കാര്യം. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിൽ വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ പൊതു റോഡുകളും നടപ്പാതകളും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ കയ്യേറി ആരാധന നടത്തുമ്പോൾ അത് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെന്താ പറയുന്നത്? അത് പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. പള്ളി വലുതാക്കണമെന്നേ, മുകളിലേക്ക് എടുക്കണം, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് തന്നെ നിസ്കരിക്കണം എന്ന് എന്താ നിർബന്ധം? ഇത്തരത്തിലുള്ള ഒരു സംഗതിയിൽ പോലീസിന് ഇടപെടലുണ്ടായപ്പം അതിന് മതപരമായ പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള ഇരവാദമൊന്നും ഒട്ടും ശരിയല്ല. അതിലൊരു കാര്യമില്ല. നിയമം തെറ്റിച്ചതിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ അതിനെ മതം ചേർത്തുകൊണ്ട് ഈ ഇരവാദം ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ നിർത്തണം. ഇതൊക്കെ ആളുകൾക്ക് ഇന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇരവാദം ഇറക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയുണ്ട് എല്ലാവർക്കും. ആരാണ് മതത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ മണ്ടനാക്കാൻ നോക്കുന്നത്? മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയോ, ഞാൻ വലിയ ഭക്തനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ഇത്തരം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ ഖുർആൻ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഖുർആനിലെ അൽ മാഊൻ എന്ന അധ്യായത്തിൽ പടച്ചൻ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. الذين هم عن صلاتهم ساهون الذين هم يراءون. അതായത് ആളുകൾ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പ്രകടനപരത അത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് ആത്മവഞ്ചനക്കും അഹങ്കാരത്തിനുമാണ് അത് വഴിവെക്കുന്നത് എന്ന് ശക്തമായി ഖുർആൻ ഇത്തരക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നിസ്കാരം എന്നും പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തോടുള്ള ആത്മബന്ധമാണ്. അല്ലാതെ ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ ഭയങ്കര ഭക്തിയുള്ള ആളാണ് എന്നുള്ള ഇമേജ് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു വഴിയല്ല ഇത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. യാത്രക്കാരാണെങ്കിൽ അത് 3 സമയം മതി, ജമ്മും കസറും ചെയ്തിട്ട്. അത് തന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അതിന് മാതൃകാപരമായിട്ടുള്ള ട്രെയിനിൽ വെച്ച് തന്നെ നമുക്കൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതൃക ആക്കാവുന്ന രീതിയിൽ നിസ്കരിക്കുന്ന ആളുകളെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്.
നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ കാണാം. കണ്ടോ ആ രണ്ട് സ്ത്രീകൾ എന്ത് മാന്യമായിട്ടാണ് നിസ്കരിക്കുന്നത്. അവരവിടുത്തെ കോറിഡോർ തടസ്സപ്പെടുത്തിയിട്ടില്ല, മറ്റ് യാത്രക്കാരെ ശല്യപ്പെടുത്തിയിട്ടില്ല. അവരിയ്ക്കുന്ന സീറ്റിൽ തന്നെ മറ്റുള്ളവർ പോലും അറിയാതെയാണ് അവർ നിസ്കരിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവുന്നില്ല. ഇത്തരത്തിലാണ് നിസ്കാരം വേണ്ടത്. അല്ലാതെ നാലാള് കാണട്ടെ ഞാൻ പറയുന്നത് നിസ്കാരക്കാരൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതല്ല നിസ്കാരം. അത് തട്ടിപ്പാണ്, കള്ളന്മാരാണ്. ഇത്തരം കള്ളന്മാരെ മുസ്ലിങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്യണം. ട്രെയിനിലൊക്കെ ഇരുന്ന് നിസ്കരിക്കണം, എണീറ്റ് പോകണം, അവരോട് മുസ്ലിങ്ങൾ തന്നെ പറയണം. എന്തിനാണ് നിസ്കരിച്ച ആൾക്കാരെ വെറുപ്പിക്കുന്നത്? ഇനി വേറെ വീഡിയോ കൊണ്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇത് ഒരു സൈക്കിൾ റിക്ഷക്കാരനായ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ റിക്ഷ റോഡിന്റെ സൈഡാക്കുകയും യാതൊരു ബുദ്ധിമുട്ടും ആ റോഡിലോ യാത്രക്കാർക്കോ ഉണ്ടാക്കാതെ ഒരു സൈഡിൽ നിന്ന് ആ പാവം നിസ്കരിക്കുന്നത് നിങ്ങളുണ്ടോ? നിസ്കാരം എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിനെ വലിയ സംഭവമാക്കി എന്നാ പിന്നെ നാലാള് കാണാത്ത ഞാൻ നിസ്കരിക്കുന്നത് എന്ന് കാട്ടില്ല ഈ പട്ടി ഷോ ഒക്കെ ഇത്തരക്കാർ നിർത്തണം. നിസ്കാര പട്ടി ഷോക്കാർ ഇതൊക്കെ നിർത്തണം. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് തട്ടിപ്പാണെന്നുള്ളത്. ഞാൻ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മുസ്ലിങ്ങളെ ഇതിനെതിരെ രംഗത്ത് വരണം, പിടിച്ച് കൈകാര്യം ചെയ്യണമെന്നേ. പൊതുവേദിയിൽ നിന്ന് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആരും നിസ്കരിക്കുകയാണെങ്കിൽ പിടിച്ച് കൈകാര്യം ചെയ്യണം, മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യണം. അല്ലാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറെ നിസ്കാര ഷോക്കാരെ ഇവരൊക്കെ വീട്ടിൽ പോയാലോ നിസ്കരിക്കോ? ഒരു നിസ്കാരം ഇല്ല. വീട്ടിൽ നിന്ന് ആരാ കാണാൻ? ഭാര്യയും കുട്ടികളും കാണാം. അവര് കണ്ടിട്ട് എന്താണ്? നമുക്ക് നാട്ടുകാർ കാണണം. ഞാൻ വലിയ ഭക്തനാണ് നാട്ടുകാരെ അറിയിക്കണം. അതിനെന്ത് വേണം? ഇതുപോലെ ട്രെയിനിലും മാളിലും പൊതുവേദികളിലും റോഡിലൊക്കെ നിസ്കരിക്കണം. അത് തന്നെയാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. ഇവരൊന്ന് വീട്ടിൽ പോയാൽ ഒരു ഭക്തി പോലും നിസ്കരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വെറും പട്ടിഷമാണ് ഇതൊക്കെ. ആളുകളെ കാണിക്കുക, അതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തോട് ആത്മാർത്ഥമായ ഭക്തി ഉണ്ടായിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ നിസ്കരിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. നമ്മൾ നേരത്തെ വീഡിയോ കൊണ്ടു ആ പെൺകുട്ടികളുടെ അങ്ങനെ നിസ്കരിക്കുള്ളൂ. നിസ്കരിക്കുന്നത് പോലും ആരും അറിയാം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അല്ല നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് റോഡ് ബ്ലോക്കാക്കി ആംബുലൻസിനെ തടസ്സപ്പെടുത്തി എല്ലാം നിസ്കരിക്കേണ്ടത്. മതം എന്നത് നിങ്ങൾക്കൊരു പൊതു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംഭവമൊന്നുമല്ല. മറ്റുള്ള ആളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കാര്യമല്ല. മറിച്ച് മാനവികതയും പരസ്പര ബഹുമാനവും പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം മതം. നിസ്കരിക്കാനുണ്ട് എന്ന കാരണം കൊണ്ട് ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മൗലിക അവകാശങ്ങളെയും സമാധാനത്തിനെതിരെയും കടന്നു കയറാനുള്ള ലൈസൻസ് അല്ല നിസ്കാരം. റോഡുകൾ കയ്യേറിയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും യാത്രാ സ്വാതന്ത്ര്യത്തിന് യാതൊരു പരിഗണന നൽകാതെ പൂർണ്ണമായും അതിനെ ഹനിച്ചുകൊണ്ടും അനാവശ്യ പ്രകടനങ്ങൾ നടത്തി ഇസ്ലാമിനെ സത്യത്തിൽ ഇത്തരം ആളുകൾ, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇത്തരം ആളുകൾ, ഇത്തരം നിസ്കാര ഷോക്കാർ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉടനടി തിരുത്തപ്പെടണം. അതിന് മുസ്ലിങ്ങൾ തന്നെ മുന്നോട്ട് വരണം. ഏതെങ്കിലും അവസരത്തിൽ ട്രെയിനിന്റെ കോറിഡോറിൽ നിന്ന് ഇത്തരം നിസ്കരിച്ചുള്ള പട്ടി ഷോ കണ്ട ഉടൻ ഇടപെടണം. എണീറ്റ് പോടുമെന്ന് അറിയാം. നിസ്കരിക്കാണെങ്കിൽ പള്ളി പോയി നിസ്കരിക്കട്ടെ. ഇല്ലേ അവൻ ഇരിക്കുന്ന സീറ്റിൽ സ്ഥലം ഉണ്ടാവുമല്ലോ. അവൻ ഇരിക്കുന്ന ആ ചെറിയ, ഇപ്പൊ ഞാനിത് അങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റും. ഇസ്ലാം അത് തന്നെ അനുവദിക്കുന്നുണ്ട്. യാത്രക്കാരനാണെങ്കിൽ കൂടുതൽ പരിഗണന പോലും ഉണ്ട്. ആ സ്ഥാനത്താണ് ട്രെയിനിന്റെ കോറിഡോറിൽ നിന്ന് ഇമാതിരി പട്ടിഷോ. ഇതൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇത്തരം നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആരാധനാ പ്രകടനങ്ങളൊക്കെ ഉടനടി അവസാനിപ്പിക്കണം. നാട്ടുകാർക്കൊക്കെ ബുദ്ധി വെച്ചു. ഇനി നിങ്ങൾ ആരാധനാ പ്രകടനം കാട്ടിയ സമൂഹത്തിൽ വലിയ ആളാവാന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ അല്പത്തരമാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇത്തരം നിസ്കാര ഷോക്കാരെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. ഖുർആൻ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് നാശം എന്നാണ്. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون. മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.